ഇയ്യങ്കോട് ശ്രീധരന്റെ 54-ാം പിറന്നാളും എഴുത്തിന്റെ 60-ാം വാർഷികവും നവംബർ 9-ന് നടത്തും. ഇയ്യങ്കോട് ആദര കൂട്ടായ്മയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. കവി, പ്രഭാഷകൻ, അധ്യാപകൻ, എഴുത്തുകാരൻ, സാമൂഹിക പ്രവർത്തകൻ എന്ന നിലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിയായിരുന്നു ഇയ്യങ്കോട് ശ്രീധരനെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചു. ജന്മം കൊണ്ട് കല്യാശ്ശേരിക്കാരനാണെങ്കിലും ഏതാണ്ട് 1961 അദ്ദേഹം കൊല്ലങ്കോട് രാജാസ് ഹൈസ്കൂളിൽ അധ്യാപകനായി എത്തുന്നത്. അന്ന് തൊട്ട് ഇന്ന് വരെ കൊല്ലങ്കോടെന്നല്ല പാലക്കാടും കേരളത്തിൻ്റെ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ രംഗങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഇയ്യങ്കോട് ശ്രീധരൻ മാഷ്. സാംസ്കാരിക രംഗത്ത് ഒരു പ്രഭാഷകൻ എന്ന നിലയിൽ ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ പുരോഗമന സാഹിത്യ ദേശാഭിമാനി സ്റ്റഡി സർക്കിളിന് ശേഷം കേരളത്തിലെ പുരോഗമന കലാസാഹിത്യ സംഘം രൂപീകരിക്കുന്നതിന് മുൻകൈയെടുത്തവരിൽ ഒരാളാണ്. പി ഗോവിന്ദപിള്ളയും ഇദ്ദേഹമൊക്കെ ചേർന്നാണ് അതിൻ്റെ ആദ്യ ആലോചനാ യോഗങ്ങൾ നടക്കുന്നത്. കവി എന്ന നിലയിലും എഴുത്തുകാരൻ എന്ന നിലയിലും ചിന്തകൻ എന്ന നിലയിലും പ്രഭാഷകൻ എന്ന നിലയിലുമൊക്കെ തന്നെ കേരളത്തിൽ ഇന്ന് അറിയപ്പെടുന്ന സാംസ്കാരിക നായകന്മാരിൽ ഒരാളാണ് അദ്ദേഹം. ഇയ്യങ്കോടിനെ ആദരിക്കാൻ അദ്ദേഹത്തിൻ്റെ തട്ടകമായ കൊല്ലങ്കോടാണ് ഒത്തുകൂടുന്നത്. മാഷിൻ്റെ കുമ്മി എന്ന ഒരു കവിതയെ ആസ്പദമാക്കി ഒരു തിരുവാതിര കളിയോട് കൂടിയിട്ടാണ് പ്രാരംഭം കുറിക്കുന്നത്. അതുപോലെ തന്നെ കഥകളി സംഗീതജ്ഞൻ ജ്യോതി മാഷിൻ്റെ മകൾ ഭീഷ്മ ജ്യോതി അവതരിപ്പിക്കുന്ന കവിതയോടുകൂടി തുടങ്ങാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. പിറന്നാൾ സദ്യ ഒരുക്കിയിട്ടുണ്ട്. മാഷിൻ്റെ 2 പുസ്തകങ്ങൾ അപ്പുണ്ണിയും ചുവന്ന തെരുവും അതിൻ്റെ 2ാം പതിപ്പ് അന്ന് പ്രകാശനം നടത്തുന്നുണ്ട്. ലൈബ്രറി കൗൺസിലിൻ്റെയും പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെയും പീസ് സ്മാരക സാംസ്കാരിക കേന്ദ്രത്തിൻ്റെയും പെൻഷനേഴ്സ് യൂണിയൻ്റെയും ഒക്കെ തന്നെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഈ പ്രോഗ്രാം അവിടെ സംഘടിപ്പിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. വലിയ ഒരുക്കങ്ങളാണ്. ഒരു സാംസ്കാരിക രംഗത്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റും, സാധ്യമായ എല്ലാ ഒരുക്കങ്ങളും പ്രിയപ്പെട്ട ഇയ്യങ്കോട് ശ്രീധരൻ മാഷിൻ്റെ 84-ാം പിറന്നാളുമായി ബന്ധപ്പെട്ട് എഴുത്തിൻ്റെ 60 വർഷവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രോഗ്രാമിന് നിർദ്ദേശവും പ്ലാനും നടത്തിയിട്ടുണ്ടെന്നാണ് പറയാം. കേരള കലാമണ്ഡലം സെക്രട്ടറി OV വിജയൻ സ്മാരക ട്രസ്റ്റ് ചെയർമാൻ, കേരള സാഹിത്യ അക്കാദമി അംഗത്വം എന്നീ നിരവധി സ്ഥാനമാനങ്ങൾ ഇയ്യങ്കോട് അലങ്കരിച്ചിട്ടുണ്ട്. കണ്ണൂർ കല്യാശ്ശേരിക്കാരനായ ഇയ്യങ്കോട് ശ്രീധരൻ കൊല്ലങ്കോട് രാജാസ് ഹൈസ്കൂളിൽ അധ്യാപകനായാണ് ജില്ലയിലെത്തുന്നത്. കവിത, നോവൽ, ജീവചരിത്രങ്ങൾ, ആട്ടക്കഥകൾ, ഓർമ്മക്കുറിപ്പുകൾ തുടങ്ങിയ മേഖലകളിൽ 40ഓളം ഗ്രന്ഥങ്ങൾ എഴുതി. സാഹിത്യ അക്കാദമി അവാർഡ്, അബുദാബി ശക്തി അവാർഡ്, മുകുന്ദരാജ പുരസ്കാരം എന്നിവയും ഇയ്യങ്കോട് നേടി. സംഘാടക സമിതി ചെയർമാൻ K സത്യപാൽ, കൺവീനർ B അനന്തകൃഷ്ണൻ, N ഭാസ്കരൻ, K വിജയൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.